DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണാ കേസിൽ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നാളെ മുതൽ 3 ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സമയബന്ധിത കസ്റ്റഡിക്ക് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. കർശന ജാമ്യവ്യവസ്ഥകൾക്ക് വിധേയമായി മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടെങ്കിലും പ്രോസിക്യൂഷൻ ആവശ്യമായ കസ്റ്റഡി കോടതി അനുവദിച്ചിരുന്നു. 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും ഹാജരാവണം. നിയമസഭാംഗം എന്ന പരിഗണനയിൽ നാളെ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം തുടർച്ചയായി IC ബാലകൃഷ്ണൻ ഹാജരാവണം. മറ്റുള്ളവർക്ക് ഈ ഇളവില്ല. നാളെ മുതൽ ഇരുവരും സമയബന്ധിത കസ്റ്റഡിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരാകണം. 3 ദിവസങ്ങളിൽ ഇവർ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്നാണ് ഈ ഓർഡറിൽ പറഞ്ഞത്. അതായത് ക്രിമിനൽ MC 17/25, 27/25 എന്നീ ക്രിമിനൽ MPയിലെ പെറ്റീഷണേഴ്സ് ND അപ്പച്ചൻ ആൻഡ് KK ഗോപിനാഥൻ അവർ 20/1/25, 21/1/2025, 22/1/2025 എന്നീ ദിവസങ്ങളിൽ 10 മണിക്കും 5 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുമ്പിൽ ക്വസ്റ്റ്യനിങ്ങിന് ഹാജരാവണം. പ്രോസിക്യൂഷൻ ക്വസ്റ്റ്യനിങ് ഈ കക്ഷികളെ ചെയ്യണമെന്ന് പറഞ്ഞ സംഗതി കോടതി തത്വത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള സംഭവങ്ങളിൽ നേരിട്ട് തെളിവുകളുള്ള ഇവരെ ചോദ്യം ചെയ്യുക അനിവാര്യമായ ഘട്ടത്തിൽ പ്രതികൾ ഒളിവിൽ പോയിരുന്നു. മരണത്തിന് ഉത്തരവാദികളായവരെന്ന് 3 പേരുകൾ കത്തിലുണ്ട്. ബാങ്ക് നിയമനക്കോഴയിൽ പണം വാങ്ങിയെന്ന ഇവർക്കെതിരെ പരാതികളും വെളിപ്പെടുത്തലുകളുമുണ്ട്. പല സാക്ഷിമൊഴികളും പോലീസിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ക്രൈംബ്രാഞ്ചിന് വിട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരിക്കും അന്വേഷണം. വിജിലൻസും കേസിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെയും വിവിധ മൊഴികൾ വിജിലൻസ് സംഘം ശേഖരിച്ചിരുന്നു. ഉടൻ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. കൈരളി ന്യൂസ്, വയനാട്.